ചെഗുവര വിപ്ലവത്തിന്റെ കത്തുന്ന നക്ഷത്രം. അർജന്റീനയിലെ ഒരു മധ്യവർഗ കുടുംബത്തിൽ 1928 ജൂൺ 14 ഏണസ്റ്റോ ഗുവേര ഡി ലാ സെർണ ജനിച്ചത്. കുട്ടിക്കാലം മുതലേ ശ്വാസമുട്ടൽ അലട്ടിയിരുന്നെങ്കിലും കായിക വിനോദങ്ങളിലും വായനയിലും അദ്ദേഹം അതീവ താല്പര്യം കാണിച്ചു. വൈദ്യശാസ്ത്രം പഠിച്ച ഒരു ഡോക്ടറാകാനായിരുന്നു ഏണസ്റ്റോയുടെ ആഗ്രഹം. എന്നാൽ ആ പഠനകാലത്ത് അദ്ദേഹം നടത്തിയ 2 മോട്ടോർ സൈക്കിൾ യാത്രകൾ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൂടെയുള്ള ആ യാത്രകളിൽ അദ്ദേഹം കണ്ടത് കഠിനമായ ദാരിദ്ര്യവും അടിച്ചമർത്തപ്പെട്ട തൊഴിലാളികളെയും പട്ടിണി പാവങ്ങളെയുമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തെക്കാൾ ഈ സമൂഹത്തിന് ആവശ്യം രാഷ്ട്രീയമായ വിപ്ലവമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ യാത്രയാണ് സാധാരണക്കാരനായ ഏണസ്റ്റോയെ ചെ എന്ന വിപ്ലവകാരിയാക്കി മാറ്റിയത്. 1954 മെക്സിക്കോയിൽ വെച്ച് അദ്ദേഹം ഫിദൽ കാസ്ട്രോയെ പരിചയപ്പെട്ടു. ക്യൂബയിലെ സ്വച്ഛാധിപത്യ ഭരണത്തെ അട്ടിമറിക്കാൻ തയ്യാറെടുക്കുന്ന കാസ്ട്രോയുടെ സംഘത്തിലൊരു ഡോക്ടറായി ചെഗുവേര ചേർന്നു. എന്നാൽ പോരാട്ടത്തിനിടയിൽ മരുന്നിനേക്കാൾ വേഗത്തിൽ തോക്കിന് പാവങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഒരു മികച്ച പോരാളിയായി മാറി. ഗറില്ല യുദ്ധമുറകളിൽ അസാമാന്യ വൈഭവം തെളിയിച്ച ചെ ക്യൂബൻ വിപ്ലവത്തിന്റെ മുൻനിര നേതാവായി ഉയർന്നു. 1959 വിപ്ലവം വിജയിച്ചു. ക്യൂബയിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ചെഗുവേര വ്യവസായ മന്ത്രിയായും നാഷണൽ ബാങ്ക് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. സാമ്പത്തിക മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം പരിശ്രമിച്ചു. എന്നാൽ അധികാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ ഒതുങ്ങിക്കൂടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ലോകത്തിന്റെ മറ്റേതെങ്കിലും കൂടിൽ അടിച്ചമർത്തപ്പെട്ടവർ ഉണ്ടെങ്കിൽ അവിടെ തന്റെ സാന്നിധ്യം വേണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ ക്യൂബയിലെ പദവികളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം കോങ്കോയിലേക്കും പിന്നീട് ബൊളീവിയയിലേക്കും തിരിച്ചു. ബൊളീവിയയിൽ വിപ്ലവം നയിക്കുന്നതിനിടയിൽ CIA സഹായത്തോടെ ബൊളീവിയൻ സൈന്യം അദ്ദേഹത്തെ പിടികൂടി. 1967 ഒക്ടോബർ 9 ആ ധീര വിപ്ലവകാരിയെ അവർ വെടിവെച്ചു കൊന്നു. മരണത്തിന് തൊട്ടു മുമ്പ് തന്നെ കൊല്ലാൻ വന്ന സൈനികരോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ലോക പ്രശസ്തമാണ്. നീ വന്നിരിക്കുന്നത് എന്നെ കൊല്ലാനാണെന്ന് എനിക്കറിയാം. വെടിവെക്കൂ ഭീരുവേ, നീ ഒരു മനുഷ്യനെ മാത്രമാണ് കൊല്ലുന്നത്, അവന്റെ ആശയങ്ങളെയല്ല. ചുരുക്കത്തിൽ അദ്ദേഹം ഒരു വിശ്വപൗരനായ വിപ്ലവകാരിയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയും കമ്മ്യൂണിസ്റ്റ് മാതൃകകളെ അദ്ദേഹം സൂക്ഷ്മമായി പഠിക്കുകയും ലാറ്റിൻ അമേരിക്കൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വിപ്ലവത്തെ നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്നും ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷ പ്രസ്താവനകളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഏറ്റവും വലിയ പ്രതീകമായി ചെഗുവേര നിലകൊള്ളുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.